Hi dear students, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇൻകം ഫ്രം അതർ സോഴ്സസ് എന്ന ഹെഡിനകത്ത് വരുന്ന ചില പ്രധാനപ്പെട്ട ഇൻകം ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിൽ വരുന്ന ഒന്നാണ് ഡിവിഡൻഡ്. ഡിവിഡൻഡിൻ്റെ ഡെഫിനിഷൻ സെക്ഷൻ 2 സബ്സെക്ഷൻ 22 പ്രകാരം എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. ഇനി എന്തൊക്കെയാണ് ഇൻകം ടാക്സ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഡിവിഡൻഡിൻ്റെ ടൈപ്സ്? There are 3 types of dividend. First one is normal dividend. Normal dividend. What is normal dividend? The amount of dividend declared by a company at their annual general body meeting. ഒരു കമ്പനിയുടെ ആനുവൽ ജനറൽ ബോഡി മീറ്റിങ്ങിൽ ഡിക്ലെയർ ചെയ്യുന്ന ഡിവിഡൻഡിനെയാണ് നമ്മൾ നോർമൽ ഡിവിഡൻഡ് എന്ന് പറയാം. As far as normal dividend is concerned, the normal dividend is taxable in the hands of the shareholder in the year of declaration. അപ്പോൾ നോർമൽ ഡിവിഡൻഡ് കിട്ടുന്ന ഒരു ഷെയർ ഹോൾഡറെ സംബന്ധിച്ചിടത്തോളം ഏത് ഫിനാൻഷ്യൽ ഇയറിലാണോ അത് ഡിക്ലെയർ ചെയ്തതെങ്കിൽ, ഡിവിഡൻഡ് കിട്ടിയോ എന്നുള്ളതല്ല, ഏത് വർഷത്തെ ആനുവൽ ജനറൽ ബോഡി മീറ്റിങ്ങിലാണോ ഡിക്ലെയർ ചെയ്തത് എങ്കിൽ ആ വർഷമാണ് ആ ഡിവിഡൻഡ് ഇൻകത്തെ ടാക്സബിൾ ഇൻകമായിട്ട് കാണിക്കേണ്ടത്. സെക്കൻഡ് വൺ ഈസ് ഇൻറ്ററിൻ ഡിവിഡൻഡ്. വാട്ട് അബൌട്ട് ഇൻറ്ററിൻ ഡിവിഡൻഡ്? ദി ഡിവിഡൻഡ് ഡിക്ലെയർഡ് ബൈ എ കമ്പനി ഇൻ ബിറ്റ്വീൻ 2 ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ്സ്. 2 ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ്സിന് ഇടയ്ക്കെപ്പോഴെങ്കിലും, എന്ന് പറയുമ്പോൾ ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് കൂടുന്നതിന് മുമ്പ് തന്നെ ഇടക്കാല ഡിവിഡൻഡ് പ്രഖ്യാപിക്കുകയാണെങ്കിൽ അത്തരം ഡിവിഡൻഡ് ടാക്സബിലിറ്റി എങ്ങനെയാണ് പറയുന്നത്? ഇൻ ദി ഇയർ ഓഫ് പേയ്മെൻറ്റ്. ആ ഡിവിഡൻഡ് ഏത് വർഷമാണോ, ഏത് ഫിനാൻഷ്യൽ ഇയറിലാണോ ആ ഡിവിഡൻഡ് ഈ ഷെയർ ഹോൾഡർക്ക് കിട്ടിയിട്ടുള്ളത് എങ്കിൽ ആ കിട്ടുന്ന വർഷമാണ് അതിന് ടാക്സബിൾ ഇൻകമായിട്ട് കാണിക്കേണ്ടത്. 3 ഡീംഡ് ഡിവിഡൻഡാണ്. നമ്മൾ നേരത്തെ സെക്ഷൻ 2 സബ്സെക്ഷൻ 22 എ മുതൽ ഇ വരെയുള്ള 5 സബ് ക്ലോസുകളിൽ എന്താണ് ഡീംഡ് ഡിവിഡൻഡ് എന്ന് കണ്ടു അല്ലേ? ഡീംഡ് ഡിവിഡൻഡിൻ്റെ ടാക്സബിലിറ്റി എങ്ങനെയാണ്? ഇൻ ദി ഇയർ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ അതിൽ പറയുന്നത് പോലെ ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്ന ഫിനാൻഷ്യൽ ഇയർ ഏതാണോ, പ്രീവിയസ് ഇയർ ഏതാണോ ആ വർഷമാണ് ഡീംഡ് ഡിവിഡൻഡിനെ ടാക്സ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇതാണ് ഡിവിഡൻസിൻ്റെ ക്ലാസിഫിക്കേഷൻ: നോർമൽ ഡിവിഡൻഡ്, ഇൻറ്ററിൻ ഡിവിഡൻഡ് ആൻഡ് ഡീംഡ് ഡിവിഡൻഡ്. നെക്സ്റ്റ്, ടാക്സേഷൻ ഓഫ് ഡിവിഡൻഡ് ഫോർ ദി അസസ്മെൻറ്റ് ഇയർ 2020-21. ഇനി ഡിവിഡൻഡിൻ്റെ ടാക്സബിലിറ്റി എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൽ ആദ്യം പറയുന്നത് ഡിവിഡൻഡ് ഇൻക്ലൂഡിങ് ഡീംഡ് ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ എ ഡൊമസ്റ്റിക് കമ്പനി. ഒരു ഡൊമസ്റ്റിക് കമ്പനി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്ന ഡീംഡ് ഡിവിഡൻഡ് ഉൾപ്പെടെയുള്ള ഡിവിഡൻഡുകൾ എന്ന് പറയുമ്പോൾ അർത്ഥം നോർമൽ ഡിവിഡൻഡ് പ്ലസ് ഡീംഡ് ഡിവിഡൻഡ് ഡൊമസ്റ്റിക് കമ്പനിയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് എങ്കിൽ അതിൽ 2 കേസ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നമ്മൾ ഡീംഡ് ഡിവിഡൻഡിൻ്റെ ഡെഫിനിഷൻ പഠിച്ചപ്പോൾ സെക്ഷൻ 2 സബ്സെക്ഷൻ 22 എ മുതൽ ഇ വരെ 5 ക്ലോസുകൾ ഉണ്ടായിരുന്നു അല്ലേ? ഇതിൽ ആദ്യം പറയുന്നത് സെക്ഷൻ 2 സബ്സെക്ഷൻ 22 സബ് ക്ലോസ് എ ടു ഡി, എ മുതൽ ഡി വരെയുള്ള, അതിൽ നമ്മൾ ഡീംഡ് ഡിവിഡൻഡ് ഡെഫിനിഷനകത്ത് കണ്ടിട്ടുള്ള ആദ്യത്തെ 4 ഡിവിഡൻഡുകൾ, 4 സബ് ക്ലോസിനകത്ത് വരുന്ന കാര്യങ്ങൾ, അങ്ങനെയുള്ള ഡിവിഡൻഡുകൾ ഏതെങ്കിലും ആണെങ്കിൽ ടാക്സബിലിറ്റി എങ്ങനെയാണ്? എക്സംപ്റ്റ് അപ് ടു ₹10 lakh ഫ്രം ഓൾ ഡൊമസ്റ്റിക് കമ്പനീസ് അണ്ടർ സെക്ഷൻ 10 സബ്സെക്ഷൻ 34. അപ്പോൾ ആ ഷെയർ ഹോൾഡർക്ക് എല്ലാ ഡൊമസ്റ്റിക് കമ്പനികളിൽ നിന്നും കൂടിയായിട്ട്, പല ഡൊമസ്റ്റിക് കമ്പനികൾക്കകത്ത് ഷെയർ ഹോൾഡിങ്സ് ഉണ്ടെങ്കിൽ ആ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ എല്ലാ ഡൊമസ്റ്റിക് കമ്പനീസിൽ നിന്നും കൂടെ ആകെ കിട്ടുന്ന ഡിവിഡൻഡിൻ്റെ എമൗണ്ട് 10 ലക്ഷം രൂപ വരെ ഉള്ളൂ എങ്കിൽ സെക്ഷൻ 10 സബ്സെക്ഷൻ 34 അനുസരിച്ച് ആ ഡിവിഡൻഡ് എക്സംപ്റ്റ് ആണ്, ടാക്സബിൾ ഇൻകമായി കാണിക്കേണ്ട കാര്യമില്ല. എന്നാൽ എമൗണ്ട് ഇൻ എക്സസ് ഓഫ് ₹10 lakh, 10 ലക്ഷം രൂപയിൽ കൂടുതൽ എമൗണ്ട് ഒരു വർഷം ഡിവിഡൻഡായിട്ട് ഡൊമസ്റ്റിക് കമ്പനീസിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ എന്ത് ചെയ്യണം? 10 ലക്ഷം കഴിഞ്ഞുള്ള എമൗണ്ട്, എക്സസ് ആയിട്ട് വരുന്ന എമൗണ്ടിനെ ടാക്സ് ചെയ്യപ്പെടണം. സെക്ഷൻ 115BBDA
എന്ന സെക്ഷൻ പ്രകാരം ആ ഡിവിഡൻഡ് ഇൻകത്തിന് 10% ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യണം. ഇനി ഇവിടെ പറഞ്ഞ മറ്റൊരു കാര്യം, ഇഷ്യൂയിങ് കമ്പനി ഈസ് ലയബിൾ ടു പേ ടാക്സ് അണ്ടർ സെക്ഷൻ 115O. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു 10 ലക്ഷം രൂപ വരെ ഡിവിഡൻഡ് കിട്ടുകയാണെങ്കിൽ എക്സംപ്റ്റ് ആണെന്ന് പറഞ്ഞു അല്ലേ. പക്ഷേ എന്ത് ചെയ്യണം? ആ ഡിവിഡൻഡ് ഇഷ്യൂ ചെയ്യുന്ന കമ്പനി അതിന് ടാക്സ് കൊടുക്കണം. സെക്ഷൻ 115O അനുസരിച്ച് 17.472% ആ കമ്പനി ആ വർഷം ഡിക്ലെയർ ചെയ്യുന്ന ഡിവിഡൻഡിന് 17.472% ടാക്സ് കൊടുക്കണം. അതെങ്ങനെയാണ് ഈ 17.472 കിട്ടിയെന്നുള്ള ബ്രാക്കറ്റിനകത്ത് കാണാം. 15% ടാക്സും 12% സർചാർജും 4% ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ്സും കൂട്ടിയിട്ടാണ് 17.472% എന്ന് പറയുന്നത്. ഇനി സെക്ഷൻ 2 സബ്സെക്ഷൻ 22ന്റെ സബ് ക്ലോസ് ഇയിൽ പറഞ്ഞ ഡിവിഡൻഡ് ആണെങ്കിൽ, അഞ്ചാമതായിട്ട് പറഞ്ഞ സബ് ക്ലോസിനകത്ത് കണ്ട ഡിവിഡൻഡ് ആണെങ്കിൽ ദാറ്റ് ഈസ് എക്സംപ്റ്റ് അണ്ടർ സെക്ഷൻ 10 സബ്സെക്ഷൻ 34. അങ്ങനെയുള്ള ഡിവിഡൻഡ് ഫുള്ളി എക്സംപ്റ്റ് ആണ്, എക്സംപ്റ്റ് ചെയ്യപ്പെടുന്ന എമൗണ്ട് ആണ്. പക്ഷേ നേരത്തെ പറഞ്ഞ അതേപോലെ ഇഷ്യൂയിങ് കമ്പനി ഈസ് ലയബിൾ ടു പേ ടാക്സ് അണ്ടർ സെക്ഷൻ 115O. സെക്ഷൻ 115O അനുസരിച്ച് എന്ത് ചെയ്യണം? ഈ ഡിവിഡൻഡ് ഇഷ്യൂ ചെയ്യുന്ന കമ്പനി ആ ഡിവിഡൻഡ് എമൗണ്ടിന് ടാക്സ് കൊടുക്കണം. എത്ര പെർസെൻറ്റേജ് ആണ്? 34.944%. 30% ടാക്സ്, 12% സർചാർജ് ആൻഡ് 4% ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ്. ടോട്ടൽ എടുക്കുന്ന സമയത്ത് നമുക്ക് 34.944% എന്ന് കിട്ടും. അപ്പോൾ അത്രയും റേറ്റിൽ ടാക്സ് ഇഷ്യൂയിങ് കമ്പനി കൊടുക്കണമെന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഡൊമസ്റ്റിക് കമ്പനീസിൽ നിന്ന് കിട്ടുന്ന ഡിവിഡൻഡുമായി ബന്ധപ്പെട്ടുള്ള അതിൻ്റെ ടാക്സബിലിറ്റി എന്ന് പറയുന്നത്. ഇനി ഡിവിഡൻഡ് ഫ്രം എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി. ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്ന് കിട്ടുന്ന ഡിവിഡൻഡ് ആണെങ്കിൽ, ഒരു സഹകരണ സംഘത്തിലെ ഒരു മെമ്പർ ആയിട്ടുള്ള ഒരു ഷെയർ ഹോൾഡർ ആയിട്ടുള്ള ഒരാൾക്ക് ആ സഹകരണ സംഘത്തിൽ നിന്ന് ഡിവിഡൻഡ് കിട്ടുകയാണെങ്കിൽ ദി എമൗണ്ട് ഈസ് ഫുള്ളി ടാക്സബിൾ ബട്ട് നോട്ട് TDS ഈസ് ഡിഡക്റ്റബിൾ. അവിടെ എന്താണ് പറയുന്നത്? ഡിവിഡൻഡ് കിട്ടുന്ന മുഴുവൻ എമൗണ്ടും ടാക്സബിൾ ആണ്. അതിനെ ഇൻകം ഫ്രം അതർ സോഴ്സസ് എന്ന് പറയുന്ന ഹെഡിനകത്ത് ടാക്സബിൾ ഇൻകമായിട്ട് കാണിക്കണം. അവിടെ TDS ഒന്നും കുറയ്ക്കില്ല എന്ന് പറയുമ്പോൾ ഈ സൊസൈറ്റി ഡിവിഡൻഡ് കൊടുക്കുന്ന സമയത്ത് TDSന്റെ എമൗണ്ട് ഒന്നും കുറക്കാതെ മുഴുവൻ ഡിവിഡൻഡ് എമൗണ്ടും ആർക്ക് കൊടുക്കും? ആ മെമ്പർക്ക് കൊടുക്കും. കിട്ടുന്ന എമൗണ്ട് പൂർണ്ണമായിട്ടും അയാൾ എന്ത് ചെയ്യണം? ടാക്സബിൾ ഇൻകമായിട്ട് അതർ സോഴ്സിനകത്ത് കാണിക്കണം. ഡിവിഡൻഡ് ഫ്രം എ ഫോറിൻ കമ്പനി. ഇനി ഫോറിൻ കമ്പനീസിൽ നിന്ന് ഡിവിഡൻഡ് കിട്ടുകയാണെങ്കിൽ, ഒരു ഫോറിൻ കമ്പനി ഡിവിഡൻഡ് കൊടുക്കുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? നെറ്റ് എമൗണ്ട് ഈസ് ടാക്സബിൾ. നെറ്റ് എമൗണ്ട് എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥം? ഒരു ഫോറിൻ കമ്പനി ഒരു പേയ്മെൻറ്റ് നടത്തുമ്പോൾ അവരെന്ത് ചെയ്യും? ആ കമ്പനിയുള്ള രാജ്യത്തിൻ്റെ ഇൻകം ടാക്സ് ആക്ട് അനുസരിച്ചുള്ള ടാക്സിൻ്റെ TDSന്റെ എമൗണ്ട് ആ എമൗണ്ടിൽ നിന്ന് കുറക്കും. അതിന് ശേഷമുള്ള എമൗണ്ട് ആവും ഡിവിഡൻഡായിട്ട് കൊടുക്കുക. ഒരു അമേരിക്കൻ കമ്പനി ആണെങ്കിൽ ആ അമേരിക്കൻ കമ്പനി $1000 ഡിവിഡൻഡ് കൊടുക്കേണ്ടിയിരുന്നത്. അപ്പോൾ $1000 ഡിവിഡൻഡ് കൊടുക്കുന്ന സമയത്ത് $1000 അമേരിക്കയിൽ ബാധകമായിട്ടുള്ള ടാക്സ്, ഫോർ എക്സാമ്പിൾ $10 അല്ലെങ്കിൽ $100 ടാക്സ് ആയിട്ട് വരുന്നു. ആ $100 കുറച്ചിട്ട് ബാക്കി $900 ആണ് ആർക്ക് കിട്ടുക? ഷെയർ ഹോൾഡർ കിട്ടുക. അപ്പം നെറ്റ് എമൗണ്ട് എന്ന് പറയുമ്പോൾ എന്താ അർത്ഥം? TDSന് ശേഷമുള്ള ടാക്സ് കുറച്ച ശേഷമുള്ള ഡിവിഡൻഡിനെയാണ് നമ്മൾ നെറ്റ് എമൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ $900 ആണ് കിട്ടുന്നത്. $1000 ആണ് ഡിവിഡൻഡ് ഡ്യൂ ആയത്. പക്ഷേ ടാക്സ് കുറച്ച് $900 ആണ് ഇവിടെ ഈ പറയുന്ന ഷെയർ ഹോൾഡർ കിട്ടിയിട്ടുള്ളതെങ്കിൽ $900നെയാണ് നമ്മൾ നെറ്റ് എമൗണ്ട് എന്ന് പറയാം. ആ എമൗണ്ടിനെയാണ് അതർ സോഴ്സ് ഇൻകമായിട്ട് ഫോറിൻ കമ്പനീസിന് ഡിവിഡൻഡായിട്ട് ടാക്സ് ചെയ്യേണ്ടത്. ഇനി ഇൻകം ഫ്രം യൂണിറ്റ്സ് ഓഫ് മ്യൂച്വൽ ഫണ്ട്. മ്യൂച്വൽ ഫണ്ട് യൂണിറ്റ്സിൽ നിന്ന് കിട്ടുന്ന ഇൻകമാണ്. സെക്ഷൻ 10 സബ്സെക്ഷൻ 35 അനുസരിച്ച് അത് എക്സംപ്റ്റ് ആണ്, ടാക്സ് കൊടുക്കേണ്ടതില്ല. എന്നാൽ പറയുന്നത് മ്യൂച്വൽ ഫണ്ട് ബീയിങ് ഇക്വിറ്റി ഓറിയൻറ്റഡ് ഫണ്ട്. ഒരു ഇക്വിറ്റി ഓറിയൻറ്റഡ് മ്യൂച്വൽ ഫണ്ട് ആണെങ്കിൽ അവരെന്ത് ചെയ്യണം? ദേ ഹാവ് ടു പേ അഡീഷണൽ ഇൻകം ടാക്സ് ഓൺ ഇൻകം സോൾ ഡിസ്ട്രിബ്യൂട്ടഡ് അണ്ടർ സെക്ഷൻ 115R. അങ്ങനെ ഡിവിഡൻഡ് അതല്ലെങ്കിൽ ഇൻകം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്ന ആ മ്യൂച്വൽ ഫണ്ട് സ്ഥാപനം എന്ത് ചെയ്യണം? സെക്ഷൻ 115R അനുസരിച്ച് 10% ടാക്സും സർചാർജും ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻസും ഉൾപ്പെടുന്ന എമൗണ്ട് ആ മ്യൂച്വൽ ഫണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ
ഗവൺമെൻറ്റിലേക്ക് അടക്കണം. അപ്പോൾ ഇതാണ് ഡിവിഡൻറ്റിൻ്റെ ടാക്സബിലിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസിൻ്റെ ഇൻട്രസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യം. വളരെ പ്രധാനപ്പെട്ട അതർ സോഴ്സ് ഇൻകത്തിൽ ഒന്നാണ് സെക്യൂരിറ്റീസിന് കിട്ടുന്ന ഇൻട്രസ്റ്റിൻ്റെ എമൗണ്ട് എന്ന് പറയും. അപ്പോൾ അതിനകത്ത് കാണാൻ പറ്റും, ഒന്ന്, ഇൻട്രസ്റ്റ് ഓൺ എനി സെക്യൂരിറ്റി ഓഫ് ദി സെൻട്രൽ ഓർ സ്റ്റേറ്റ് ഗവൺമെൻറ്. ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് എന്ന് പറയുമ്പോൾ എന്തെല്ലാം ഇൻട്രസ്റ്റ് ആയിരിക്കാം എന്നുള്ളതാണ് പറയുന്നത്. അതിൽ ഒന്നാമത് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ്റോ സ്റ്റേറ്റ് ഗവൺമെൻറ്റോ ഇഷ്യൂ ചെയ്യുന്ന ഏതെങ്കിലും സെക്യൂരിറ്റി കിട്ടുന്ന ഇൻട്രസ്റ്റ്. നമുക്ക് എന്ത് വിളിക്കാം? അതിനെ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് എന്ന് വേണമെങ്കിൽ വിളിക്കാം. ഇൻട്രസ്റ്റ് ഓൺ എനി സെക്യൂരിറ്റി ഓഫ് ദി സെൻട്രൽ ഓർ സ്റ്റേറ്റ് ഗവൺമെൻറ്. കേന്ദ്ര ഗവൺമെൻറ്, സംസ്ഥാന ഗവൺമെൻറ്റുകൾ ഇഷ്യൂ ചെയ്യുന്ന ഡിബഞ്ചറിന്, ബോണ്ടിനൊക്കെ കിട്ടുന്ന ഇൻട്രസ്റ്റ് എമൗണ്ടാണ് ഒന്നാമത്തത്. രണ്ടാമത് ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് ഓർ അതർ സെക്യൂരിറ്റീസ് ഇഷ്യൂഡ് ബൈ എ ലോക്കൽ അതോറിറ്റി. ഒരു ലോക്കൽ അതോറിറ്റി ഇഷ്യൂ ചെയ്യുന്ന ഡിബഞ്ചറിനോ മറ്റു സെക്യൂരിറ്റീസിനോ കിട്ടുന്ന ഇൻട്രസ്റ്റ് ആണ്. ഇപ്പോൾ ഏതെങ്കിലും പഞ്ചായത്തുകളോ മുനിസിപ്പാലിറ്റികളോ പോർട്ട് ട്രസ്റ്റുകളോ കോർപ്പറേഷനുകളോ കന്റോൺമെന്റ് ബോർഡുകളോ അങ്ങനെയുള്ള ഏതെങ്കിലും ലോക്കൽ അതോറിറ്റീസ് എന്തെങ്കിലും ഡിബഞ്ചറോ ബോണ്ടോ ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ അതിന് കിട്ടുന്ന ഇൻട്രസ്റ്റ് ആണ് രണ്ടാമത്തത്. മൂന്നാമത്തത് ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് ഇഷ്യൂഡ് ബൈ എ കമ്പനി, ഏതൊരു ഇന്ത്യൻ കമ്പനി ഓർ ഫോറിൻ കമ്പനി. ഒരു ഇന്ത്യൻ കമ്പനിയോ അതല്ലെങ്കിൽ ഫോറിൻ കമ്പനിയോ ഇഷ്യൂ ചെയ്യുന്ന ഡിബഞ്ചറിന് കിട്ടുന്ന ഇൻട്രസ്റ്റ് ആണ് മൂന്നാമത്തത്. നാലാമത്തത് ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് ഓർ അതർ സെക്യൂരിറ്റീസ് ഇഷ്യൂഡ് ബൈ എ സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ. ഒരു സ്റ്റാറ്റ്യൂട്ടറി കമ്പനി ഇഷ്യൂ ചെയ്യുന്ന ഡിബഞ്ചറിനോ സെക്യൂരിറ്റീസിനോ കിട്ടുന്ന ഇൻട്രസ്റ്റിൻ്റെ എമൗണ്ട് ആണ്. അപ്പോൾ നമ്മൾ 4 രീതിയിലുള്ള ഇൻട്രസ്റ്റ് സെക്യൂരിറ്റീസ് അതിനകത്ത് കണ്ടത്. അതിൽ ഒന്നാമത്തെ കാറ്റഗറി, ഫസ്റ്റ് വൺ, സെൻട്രൽ ഗവൺമെൻറ്റോ സ്റ്റേറ്റ് ഗവൺമെൻറ് ഇഷ്യൂ ചെയ്യുന്ന സെക്യൂരിറ്റീസ് ആകുമ്പോൾ നമ്മളതിനെ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് എന്ന പേരിൽ വിളിക്കും. ബാക്കിയുള്ള 3 ടൈപ്പ് സെക്യൂരിറ്റികളും എന്ന് പറഞ്ഞാൽ ലോക്കൽ അതോറിറ്റിയോ ഇന്ത്യൻ കമ്പനിയോ ഫോറിൻ കമ്പനിയോ സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷനോ ഇഷ്യൂ ചെയ്യുന്ന ഡിവെഞ്ചറോ ബോണ്ടോ സെക്യൂരിറ്റീസോ ആണെങ്കിൽ അതിന് കിട്ടുന്ന ഇൻട്രസ്റ്റ് ആണ്. അതിന് വിളിക്കുന്ന പേരാണ് നോൺ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ കൊമേഴ്ഷ്യൽ സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ നോൺ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ആണ് അവസാനം പറഞ്ഞ 3 കാറ്റഗറി. ആദ്യം പറഞ്ഞത് ഗവൺമെൻറ് സെക്യൂരിറ്റീസുമാണ്. ഓക്കെ, ഇനി സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? ആസ് പെർ ഇൻകം ടാക്സ് ആക്ട് ദർ ഇസ് നോ സ്പെസിഫിക് ഡെഫിനിഷൻ ഫോർ ദി ടേം സെക്യൂരിറ്റി. ഇൻകം ടാക്സ് ആക്ട് പ്രകാരം സെക്യൂരിറ്റി എന്ന വാക്കിന് പ്രത്യേകിച്ച് ഡെഫിനിഷൻ ഒന്നുമില്ല. പക്ഷെ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു ഡെഫിനിഷൻ ഉണ്ട് സെക്യൂരിറ്റിക്ക്, അല്ലേ? ഡിബഞ്ചറിനൊക്കെ നമ്മൾ കൊടുത്ത ഒരു ഡെഫിനിഷൻ ഉണ്ട്. എന്താണ് അത്? എ ഡോക്യുമെന്റ് അക്നോളജിങ് ഡെറ്റ് ടേക്കൺ ബൈ ദി ഗവൺമെന്റ് ഓർ അതർ അതോറിറ്റി ഫ്രം ദി ജനറൽ പബ്ലിക്. ജനറൽ പബ്ലിക്, പൊതുജനങ്ങളുടെ കയ്യിൽ നിന്നും ഗവൺമെൻറ്റോ മറ്റ് ഏതെങ്കിലും അതോറിറ്റീസോ കടമായിട്ട് എന്തെങ്കിലും എമൗണ്ട് സ്വീകരിക്കുമ്പോൾ അതിനെ അക്നോളജ് ചെയ്യുന്ന ഒരു ഡോക്യുമെൻ്റ് ആണ്. അതിന് പകരമായിട്ട് ഇഷ്യൂ ചെയ്യുന്ന ഒരു ഡോക്യുമെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെക്യൂരിറ്റി എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലേ? അത് ഡിബഞ്ചർ ആവാം, ബോണ്ട് ആവാം, മറ്റേതെങ്കിലും രീതിയിലുള്ള സെക്യൂരിറ്റികളാവാം. ഓക്കെ, ദെൻ ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് ഈസ് ടാക്സ്ഡ് ഓൺ ദ ബേസ് ഓഫ് അക്കൗണ്ടിങ് മെത്തേഡ് ഫോളോഡ് ബൈ ദി അസസി. ഒരു അസസിക്ക് സെക്യൂരിറ്റീസിന് ഇൻട്രസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ടാക്സബിൾ ഇൻകമായിട്ട് എടുക്കുന്നത് അദ്ദേഹം ഫോളോ ചെയ്യുന്ന അക്കൗണ്ടിങ് മെത്തേഡിൻ്റെ ബേസിസിലാണ്. ഏത് അക്കൗണ്ടിങ് മെത്തേഡ് ഫോളോ ചെയ്യുന്നോ അതിന് അനുസരിച്ചാണ് ഏത് വർഷമാണ് എത്ര എമൗണ്ടാണ് സെക്യൂരിറ്റീസിൻ്റെ ഇൻട്രസ്റ്റ് ടാക്സ് ചെയ്യേണ്ടത് എന്നുള്ളത് തീരുമാനിക്കേണ്ടത്. നമ്മൾ നേരത്തെ പല അക്കൗണ്ടിങ് മെത്തേഡ്സൊക്കെ ചെറിയ ക്ലാസ്സുകളൊക്കെ പഠിച്ചതാണ്, അല്ലേ? ക്യാഷ് ബേസിസ് അക്കൗണ്ടിങ് ഉണ്ട്, അക്രൂവൽ ബേസിസ് അക്കൗണ്ടിങ് ഉണ്ട്, ഹൈബ്രിഡ് അക്കൗണ്ടിങ് എല്ലാം ഉണ്ട്, അല്ലേ? അപ്പോൾ അതിനകത്ത് ഒരു അസസി ക്യാഷ് ബേസിസ് അക്കൗണ്ടിങ് ഫോളോ ചെയ്യുന്ന അസസി ആണെങ്കിൽ അദ്ദേഹം എന്താണ് ചെയ്യേണ്ടത്? ആ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ എത്ര എമൗണ്ട് ക്യാഷായി സെക്യൂരിറ്റീസിന് ഇൻട്രസ്റ്റ് കിട്ടിയിട്ടുണ്ടോ ആ എമൗണ്ട് മാത്രമേ ടാക്സ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഡ്യൂ ആവുന്ന ഇൻട്രസ്റ്റ് എമൗണ്ട് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ടാക്സബിൾ ഇൻകമായി കാണിക്കേണ്ട. ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ആക്ച്വലി സെക്യൂരിറ്റീസിൻ്റെ ഇൻട്രസ്റ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ആ വർഷത്തെ ഇൻട്രസ്റ്റ് സെക്യൂരിറ്റീസ് എന്ന പേരിൽ ടാക്സബിൾ ഇൻകമായി കാണിക്കേണ്ട ആവശ്യമുള്ളൂ. അദ്ദേഹത്തിന് ഇൻട്രസ്റ്റ് ഡ്യൂ ആയിട്ടുണ്ട് പക്ഷെ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനെ ടാക്സബിൾ ഇൻകമായി കാണിക്കേണ്ട. അതേസമയത്ത് അക്രൂവൽ ബേസിസ് അക്കൗണ്ടിങ് ഫോളോ ചെയ്തൊരു അസസി ആണെങ്കിൽ
അവിടെ സെക്യൂരിറ്റീസ് ഇൻട്രസ്റ്റ് സ്വീകരിക്കണം അല്ലെങ്കിൽ കിട്ടണമെന്നില്ല. എന്തായാലും മതി, സെക്യൂരിറ്റീസിന് ഇൻട്രസ്റ്റ് ഡ്യൂ ആയാൽ മതി. ഏത് ഫിനാൻഷ്യൽ ഇയറിലാണോ സെക്യൂരിറ്റീസിന് ഇൻട്രസ്റ്റ് ഡ്യൂ ആയത് എങ്കിൽ ആ ഡ്യൂ ആകുന്ന വർഷം അത് കിട്ടിയാലും ഇല്ലെങ്കിലും എന്ത് ചെയ്യണം? ടാക്സബിൾ ഇൻകം ആയിട്ട് കാണിക്കണം. അപ്പോൾ ഇതാണ് സെക്യൂരിറ്റീസിൻ്റെ ഇൻട്രസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യം. അത് നമ്മൾ ടാക്സ് ചെയ്യുന്നത് അസസി ഫോളോ ചെയ്യുന്ന അക്കൗണ്ടിങ് മെത്തേഡിൻ്റെ ബേസിസിലാണ്. മറ്റൊരു പോയിന്റ്, ദി ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് ഈസ് റിഗാർഡഡ് ആസ് ഓൺലി ദ ഇൻകം ഓഫ് പേഴ്സൺസ് ഹു ഹാപ്പൻ ടു ബി ദി ഓണർ അറ്റ് ദി ടൈം ഓഫ് ഇൻട്രസ്റ്റ് ബിക്കംസ് ഡ്യൂ. ഇനി ആരാണ് സെക്യൂരിറ്റീസിൻ്റെ ഇൻട്രസ്റ്റിന് ടാക്സ് കൊടുക്കേണ്ടത്? ആരുടെ ഇൻകമായിട്ടാണ് ടാക്സബിൾ ഇൻകമായിട്ടാണ് സെക്യൂരിറ്റീസ് ഇൻട്രസ്റ്റിനെ കാണിക്കേണ്ടത്? ഈ സെക്യൂരിറ്റിക്ക് ഇൻട്രസ്റ്റ് ഡ്യൂ ആകുന്ന ആ സമയത്ത്, ഇപ്പോൾ മാർച്ച് 31 ഇൻട്രസ്റ്റ് ഡ്യൂ ആകുന്നതെങ്കിൽ മാർച്ച് 31 ആരാണോ ആ സെക്യൂരിറ്റിയുടെ ഓണറെങ്കിൽ അയാൾക്കാണ് ആ സെക്യൂരിറ്റീസിൻ്റെ ഇൻട്രസ്റ്റിന് ടാക്സ് കൊടുക്കാനുള്ള ലയബിലിറ്റി ഉള്ളത്, അല്ലേ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മാർച്ച് 30 വരെ വേറെ ആളുടെ കയ്യിലുള്ള സെക്യൂരിറ്റിയാണ്, പക്ഷെ മാർച്ച് 31 അത് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ വന്നത് എങ്കിലും എന്താണ്, മാർച്ച് 31 ഇയാളാണ് അതിൻ്റെ ഓണർ, അല്ലേ? അപ്പോൾ സെക്യൂരിറ്റീസിന് ഇൻട്രസ്റ്റ് ഡ്യൂ ആവുന്ന ആ ഡേറ്റിന്, ആ സമയത്ത് ആരാണോ ആ സെക്യൂരിറ്റി ഹോൾഡർ എങ്കിൽ, ഓണർ എങ്കിൽ, അദ്ദേഹമാണ് ആ സെക്യൂരിറ്റിക്ക് ഇൻട്രസ്റ്റ് കിട്ടുന്നതിന് ടാക്സ് കൊടുക്കേണ്ടത് എന്ന് ചുരുക്കം. കമ്മീഷൻ ഓർ അതർ എക്സ്പെൻസസ് ഫോർ പർച്ചേസ് ഓർ സെയിൽ ഓഫ് സെക്യൂരിറ്റീസ് ആർ നോട്ട് ഡിഡക്റ്റഡ് ഫ്രം ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ്. മറ്റൊരു കാര്യം പറയുന്നത്, നമ്മൾ സെക്യൂരിറ്റീസിൻ്റെ ഇൻട്രസ്റ്റ് കിട്ടുമ്പോൾ സെക്യൂരിറ്റീസ് ഹോൾഡ് ചെയ്യുന്നു, അതിന് ഇൻട്രസ്റ്റ് ഇൻകം കിട്ടുകയാണെങ്കിൽ ആ ഇൻട്രസ്റ്റ് ഇൻകത്തിൽ നിന്ന് ഈ സെക്യൂരിറ്റി വാങ്ങുന്നതിനോ വിൽക്കുന്നതിനോ വേണ്ടി എന്തെങ്കിലും എക്സ്പെൻസ് വന്നിട്ടുണ്ടെങ്കിൽ ആ എക്സ്പെൻസ് കുറക്കാൻ പാടില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സെക്യൂരിറ്റീസ് നമ്മൾ വാങ്ങാൻ വേണ്ടി ബ്രോക്കറേജോ കമ്മീഷനോ മറ്റോ എക്സ്പെൻസോ കൊടുക്കാറുണ്ട്, അല്ലേ? അപ്പോൾ അത്തരം എക്സ്പെൻസ് എന്ത് ചെയ്യാൻ പാടില്ല? ആ സെക്യൂരിറ്റീസിന് ഇൻട്രസ്റ്റ് കിട്ടുമ്പോൾ ആ ഇൻട്രസ്റ്റ് ഇൻകത്തിൽ നിന്ന് ഈ സെക്യൂരിറ്റി വാങ്ങാൻ വേണ്ടി വന്ന കമ്മീഷൻ്റെ എമൗണ്ട് ഇന്ന് കുറക്കാൻ പാടില്ല എന്നുള്ളത് ചുരുക്കം. നെക്സ്റ്റ് കേസാണ്, ഒരു കോൺസെപ്റ്റാണ് ബോണ്ട് വാഷിംഗ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. എന്താണ് ബോണ്ട് വാഷിംഗ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ, ബോണ്ട് വാഷിംഗ് ട്രാൻസാക്ഷൻ എന്ന് പറയുമ്പോൾ ടാക്സ് അവോയ്ഡൻസ് പ്രാക്ടീസാണ്. ടാക്സിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ആളുകൾ ചെയ്യുന്നൊരു പ്രാക്ടീസാണ് ബോണ്ട് വാഷിംഗ് ട്രാൻസാക്ഷൻ. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ഒരു പോയിന്റ് ഉണ്ട് ഇതിനകത്ത്, അതായത് ഇൻട്രസ്റ്റ് ഡ്യൂ ആകുന്ന സമയത്ത് ആരാണോ സെക്യൂരിറ്റിയുടെ ഓണർ എങ്കിൽ അദ്ദേഹമാണ് ആ സെക്യൂരിറ്റിയുടെ ഇൻട്രസ്റ്റിന് ടാക്സ് കൊടുക്കേണ്ടത്. ഇത് ഒരു ഇൻകം ടാക്സ് ആക്ടിനകത്തൊരു പ്രൊവിഷനാണ്, അല്ലേ? അപ്പോൾ ഈ ഒരു പ്രൊവിഷൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ടാക്സിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ചെയ്യുന്ന ഒരു പ്രാക്ടീസാണ് ബോണ്ട് വാഷിംഗ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ. ഞാൻ ചെറിയ ഒരു എക്സാമ്പിൾ കാണിക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മിസ്റ്റർ എക്സ് എന്ന് പറയുന്ന ഒരാൾ, മിസ്റ്റർ എക്സിൻ്റെ ഇൻകം എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ ഒരു 15 ലക്ഷം രൂപ ഇൻകം ഉള്ള ആളാണ് മിസ്റ്റർ എക്സ് എന്ന് പറയുന്ന ആൾ. 15 lakh rupees ഇൻകം ഉണ്ട്. ഇദ്ദേഹത്തിന് ഓൾറെഡി 15 lakh rupees ഇൻകം ഉണ്ട്. ഇദ്ദേഹം ഇതിൻ്റെ കൂടെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു 1 ലക്ഷം രൂപ ഫേസ് വാല്യൂ ഉള്ള 1 lakh rupees ഫേസ് വാല്യൂ ഉള്ള 10% ഡിബഞ്ചർ ഇദ്ദേഹം ഹോൾഡ് ചെയ്യുന്നു. കമ്പനിക്കകത്ത് 10% ഡിബഞ്ചറും ഇദ്ദേഹം ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 15 ലക്ഷം രൂപ ഓൾറെഡി ഇദ്ദേഹത്തിന് ഇൻകം ഉണ്ട്. ആ ഇൻകം അല്ലാതെ ഇദ്ദേഹത്തിന് 1 ലക്ഷം രൂപയുടെ 10% ഡിബഞ്ചർ ഇദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. ഓക്കെ, ഇദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്താണ് മിസ്റ്റർ വൈ എന്ന് പറയുന്ന ആൾ. മിസ്റ്റർ വൈയുടെ കയ്യിൽ അയാൾക്ക് ആകെയുള്ള ഇൻകം 1 ലക്ഷം രൂപയാണ്. 1 ലക്ഷം രൂപ മാത്രം ഇൻകം ഉള്ള ആളാണ് മിസ്റ്റർ വൈ എന്ന് പറയുന്ന ആൾ. ഓക്കെ, ഇവിടെ നമ്മൾ മിസ്റ്റർ എക്സിന് 1 lakh rupeesൻ്റെ ഡിബഞ്ചർ ഉണ്ട്, 10% ഇൻട്രസ്റ്റ് അതിന് കിട്ടും. ഫോർ എക്സാമ്പിൾ അതിന് മാർച്ച് 31 ഇൻട്രസ്റ്റ് ഡ്യൂ ആവുക. എല്ലാ വർഷവും മാർച്ച് 31 ഒരു വർഷത്തേക്കുള്ള ഇൻട്രസ്റ്റിൻ്റെ എമൗണ്ട് ഡ്യൂ ആവും. അങ്ങനെയാണെങ്കിൽ ഈ കറണ്ട് ഇയറിൽ മാർച്ച് 31 ആകുമ്പോൾ ഇയാൾക്ക് എന്ത് സംഭവിക്കും? 1 ലക്ഷം രൂപ ഡിബഞ്ചറിന് 10% ഇൻട്രസ്റ്റ് ഡ്യൂ ആവും, അല്ലേ? എന്ന് പറഞ്ഞാൽ അവിടെ ഇൻട്രസ്റ്റിൻ്റെ എമൗണ്ട് എത്ര വരും? ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഡ്യൂ ആകുന്ന ഇൻട്രസ്റ്റിൻ്റെ എമൗണ്ട് 1 ലക്ഷം × 10%, 10,000 രൂപ ഇയാൾക്ക് ഇൻട്രസ്റ്റ് വരും. ഇൻട്രസ്റ്റ് മാർച്ച് 31 ഡ്യൂ ആവും. ഓക്കെ, അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് 15 lakh rupees ഓൾറെഡി ഇൻകം ഉള്ള ഒരാളാണ് മിസ്റ്റർ എക്സ് എന്ന് പറയുന്ന ആൾ, അല്ലേ? നമ്മൾക്കറിയാം 10 ലക്ഷം രൂപ കഴിഞ്ഞാൽ
പിന്നെ ബാക്കിയുള്ള എല്ലാ ഇൻകത്തിനും 30% ടാക്സ് ആണ് വരിക അല്ലേ. എന്ന് പറഞ്ഞാൽ 100 രൂപ കിട്ടിയാൽ 30 രൂപ ടാക്സ് കൊടുക്കണം. അതാണ് കണ്ടീഷൻ അല്ലേ. നമ്മൾ 2.5 ലക്ഷം രൂപയുടെ ടാക്സ് 0 ആണ്. ശേഷമുള്ള 2.5 ലക്ഷം രൂപക്ക് 5% ആണ്. ശേഷമുള്ള 5 ലക്ഷം രൂപക്ക് 20% ആണ്. മൊത്തം 10 ലക്ഷമായി. ഇനി 10 ലക്ഷം കഴിഞ്ഞുള്ള എല്ലാ ഇൻകത്തിനും 30% ടാക്സ് ആണ് വരിക. എന്ന് പറയുമ്പോൾ ഇയാൾക്ക് പിന്നീട് എന്ത് ഇൻകം കിട്ടിയാലും ഓൾറെഡി 50 lakh rupees ഇൻകം ഉള്ള ആളാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ 10 lakhന് ശേഷം കിട്ടുന്ന എല്ലാ ഇൻകവും 30% ടാക്സ് കൊടുക്കേണ്ട ഇൻകം ആയതുകൊണ്ട് 10,000 rupees ഇയാൾക്ക് ഇൻട്രസ്റ്റ് മാർച്ച് 31 കിട്ടുകയാണെങ്കിൽ ഇയാൾ എന്ത് ചെയ്യണം? അതിൻ്റെ 30% 3000 രൂപ ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇയാൾ ഈ 3000 രൂപ ടാക്സ് കൊടുക്കാതിരിക്കാൻ വേണ്ടി ഇയാൾ എന്ത് ചെയ്യാണ്? മാർച്ച് 30 ഇൻട്രസ്റ്റ് കിട്ടുക അല്ലേ. മാർച്ച് 31 ഈ സെക്യൂരിറ്റി മിസ്റ്റർ എക്സിന്റെ കയ്യിലുണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്യണം? ഈ 10,000 രൂപ ടാക്സബിൾ ഇൻകം ആയിട്ട് കാണിക്കണം എന്ന് പറഞ്ഞു അല്ലേ. പക്ഷേ ഒരു മാർച്ച് 20-25 ആയ സമയത്ത് മിസ്റ്റർ എക്സ് താൽക്കാലികമായിട്ട് എന്ത് ചെയ്യാണ്? ഈ ഡിബഞ്ചർ മിസ്റ്റർ വൈക്ക് ട്രാൻസ്ഫർ ചെയ്തു. മിസ്റ്റർ എക്സിന്റെ സുഹൃത്താണ് മിസ്റ്റർ വൈ. മിസ്റ്റർ വൈക്ക് ട്രാൻസ്ഫർ ചെയ്തു. മാർച്ച് 31 ഈ സെക്യൂരിറ്റി മിസ്റ്റർ വൈയുടെ പേരിലാണുള്ളത് അല്ലേ. അപ്പോൾ മാർച്ച് 31 ഈ 1 ലക്ഷം രൂപയുടെ ഡിബഞ്ചർ മിസ്റ്റർ വൈ കൈവശം വെക്കുന്നത് കൊണ്ട് മിസ്റ്റർ വൈ ആണ് അതിൻ്റെ ഹോൾഡർ, ഓണർ. അതുകൊണ്ട് ആ 1 ലക്ഷം രൂപക്കുള്ള 10% ഇൻട്രസ്റ്റ് 10,000 രൂപ ആരുടെ ഇൻകമായി കണക്കാക്കപ്പെടും? മിസ്റ്റർ വൈയുടെ ഇൻകമായി കണക്കാക്കപ്പെടും. ഇനി മിസ്റ്റർ വൈക്ക് ഈ 10,000 rupees ഇൻകം കിട്ടിയാലും അയാൾ ടാക്സ് ഒന്നും കൊടുക്കേണ്ടി വരുന്നത്. കാരണം ആൾക്ക് ആകെ എത്ര ഇൻകം ഉള്ളൂ? ഇത് കൂടാതെ 1 ലക്ഷം രൂപ മാത്രമേ ഇൻകം ഉള്ളൂ അല്ലേ. 1 ലക്ഷമേ നേരത്തെ മിസ്റ്റർ വൈക്ക് ഇൻകം ഉള്ളൂ. അതിൻ്റെ കൂടെ ഈ 10,000 കൂടെ വന്നാലും 1,10,000 രൂപ ആകെ ഇൻകം വരുന്നുള്ളൂ. 2.5 ലക്ഷം വരെ ടാക്സ് ഒന്നും കൊടുക്കണ്ട. അപ്പോൾ എന്ത് ചെയ്യുന്നില്ല? ഇവിടെ ഈ 10,000 രൂപ ഇൻട്രസ്റ്റ് ഇൻകത്തിന് മിസ്റ്റർ എക്സും ടാക്സ് കൊടുക്കുന്നില്ല, വൈയും ടാക്സ് കൊടുക്കുന്നില്ല. ഇനി മാർച്ച് 31 കഴിഞ്ഞാൽ ഏപ്രിൽ 1-2 ആകുമ്പോൾ എന്ത് ചെയ്യും? തിരിച്ച് ഈ സെക്യൂരിറ്റി മിസ്റ്റർ എക്സിന് തിരിച്ചു വാങ്ങുകയും ചെയ്യണം. അപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചു? ആ മാർച്ച് 31 എന്ന് പറയുന്ന ഇൻട്രസ്റ്റ് ഡ്യൂ ആവുന്ന ഡേറ്റിന് ഓണർ വേറൊരാളായിട്ട് മാറുകയും അത് കാരണമായി ഇവിടെ പറഞ്ഞ മിസ്റ്റർ എക്സ് എന്ന് പറയുന്ന ആൾക്ക് സെക്യൂരിറ്റി ഹോൾഡർക്ക് ടാക്സ് കൊടുക്കാതെ ഇൻകം എസ്കേപ്പ് ചെയ്യാൻ കഴിയുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം ട്രാൻസാക്ഷൻ വിളിക്കുന്ന പേരാണെന്ത്? ബോണ്ട് വാഷിംഗ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. ജസ്റ്റ് ആ കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്തത്. ഇനി നമ്മൾ സെക്യൂരിറ്റീസിൻ്റെ ക്ലാസിഫിക്കേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ സെക്യൂരിറ്റീസിൻ്റെ ഇൻട്രസ്റ്റിന് നമ്മൾ 4 രീതിയിൽ കണ്ടു നമ്മൾ അല്ലേ. ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ഉണ്ട്, ലോക്കൽ അതോറിറ്റീസിൻ്റെതുണ്ട്, കമ്പനികളുടേതുണ്ട്, സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷനുകളുടേതുണ്ട്. അത് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റോ സെൻട്രൽ ഗവൺമെൻറ്റോ ഇഷ്യൂ ചെയ്യുന്ന സെക്യൂരിറ്റീസ് ആകുമ്പോൾ അത് ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ആണ്. അല്ലാത്ത കമ്പനികളോ കോർപ്പറേഷനുകളോ ലോക്കൽ അതോറിറ്റി ഇഷ്യൂ ചെയ്യുന്ന സെക്യൂരിറ്റി ആകുമ്പോൾ അത് നോൺ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ആണ്, അല്ലെങ്കിൽ അത് കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള സെക്യൂരിറ്റീസ് ആണ്. ഓക്കെ, നമ്മളിവിടെ കൈൻഡ്സ് ഓഫ് സെക്യൂരിറ്റീസിലേക്ക് വരുമ്പോൾ വി ഹാവ് 4 kinds of securities for the income tax purposes. നമുക്ക് 4 തരത്തിലുള്ള സെക്യൂരിറ്റീസ് ആണുള്ളത്. 1 ടാക്സ് ഫ്രീ ഗവൺമെൻറ് സെക്യൂരിറ്റീസ്, 2 ലെസ് ടാക്സ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ്, 3 ടാക്സ് ഫ്രീ കൊമേഴ്ഷ്യൽ സെക്യൂരിറ്റീസ്, 4 ലെസ് ടാക്സ് കൊമേഴ്ഷ്യൽ സെക്യൂരിറ്റീസ്. അപ്പോൾ അത് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയ ടൈം നമ്മൾ മനസ്സിലുണ്ടാവണം. ഗവൺമെൻറ് സെക്യൂരിറ്റീസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് അതിൽ വരിക? സെൻട്രൽ ഗവൺമെൻറ്റോ സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സോ ഇഷ്യൂ ചെയ്യുന്ന സെക്യൂരിറ്റീസ് ആണ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ് അല്ലേ. ലോക്കൽ അതോറിറ്റീസോ കമ്പനികളോ സ്റ്റാറ്റ്യൂട്ടറി കമ്പനികളോ ഇഷ്യൂ ചെയ്യുന്ന സെക്യൂരിറ്റീസ് ആകുമ്പോൾ അത് കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള നോൺ ഗവൺമെൻറ് ആയിട്ടുള്ള സെക്യൂരിറ്റീസ് ആണ്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ടാക്സ് ഫ്രീ ഗവൺമെൻറ് സെക്യൂരിറ്റീസിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ അതിനകത്ത് മീനിങ് വളരെ വ്യക്തമായി. ടാക്സ് ഫ്രീ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് എന്ന് പറയുമ്പോൾ എന്താ അർത്ഥം? നമുക്ക് പറയാൻ പറ്റും ടാക്സ് ഒന്നും കൊടുക്കേണ്ടാത്ത സെക്യൂരിറ്റീസ് ആണ് എന്ന് പറഞ്ഞാൽ ടാക്സ് ഫ്രീ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് എന്ന പേരിൽ സെക്യൂരിറ്റി ഹോൾഡ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ആ സെക്യൂരിറ്റിക്ക് ഇൻട്രസ്റ്റ് കിട്ടിയാൽ ആ ഇൻട്രസ്റ്റ് ഇൻകം ഫുള്ളി എക്സംപ്റ്റ് ആണ്. സെക്ഷൻ 10 സബ്സെക്ഷൻ 15 അനുസരിച്ച് ആ ഇൻട്രസ്റ്റ് ഇൻകം എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല? ടാക്സബിൾ അതർ സോഴ്സ് ഇൻകത്തിനകത്ത് കാണിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, രണ്ടാമത്തെ കാറ്റഗറി ലെസ് ടാക്സ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ്. നമ്മൾ ടാക്സ് ഫ്രീ എന്ന് പറയുമ്പോൾ ടാക്സ് ഒന്നും കൊടുക്കേണ്ടതില്ല എന്നുള്ള അർത്ഥമാണ് കണ്ടതെങ്കിൽ ലെസ് ടാക്സ് എന്ന് പറയുമ്പോൾ അർത്ഥം എങ്ങനെയാവണം? ശരിക്കും കുറച്ച് ടാക്സ് കൊടുക്കേണ്ട എന്ന അർത്ഥം വരണം അല്ലേ. എന്നാൽ അതിന് മീനിങ് അതല്ല. ഇത് ഫുള്ളി ടാക്സബിൾ സെക്യൂരിറ്റീസ് ആണ്. ലെസ് ടാക്സ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞാൽ അർത്ഥം
അത് ഫുള്ളി ടാക്സബിൾ ആയ സെക്യൂരിറ്റീസ് ആണ്. പക്ഷെ TDS ഒന്നും അതിന് കുറയ്ക്കില്ല. സെക്യൂരിറ്റി ഹോൾഡ് ചെയ്യുന്ന ആൾക്ക് ഇൻട്രസ്റ്റ് കിട്ടുന്ന സമയത്ത് TDSന്റെ എമൗണ്ട് ഒന്നും കുറക്കാതെ മുഴുവൻ എമൗണ്ടും ആർക്ക് കിട്ടും? ആ സെക്യൂരിറ്റി ഹോൾഡ് ചെയ്യുന്ന ആൾക്ക് കിട്ടും. അങ്ങനെയുള്ള കേസാണ് ലെസ് ടാക്സ് ഗവൺമെന്റ് സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത്. ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മിസ്റ്റർ എക്സ് എന്ന് പറയുന്ന ഒരാള് ഗവൺമെന്റിന്റെ ലെസ് ടാക്സ് സെക്യൂരിറ്റി ആയിട്ടുള്ള 1 lakh rupeesന്റെ ഡിബഞ്ചർ അല്ലെങ്കിൽ ബോണ്ട് 10% ഡിബഞ്ചർ ഇൻട്രസ്റ്റ് കിട്ടുന്ന ബോണ്ട് അല്ലെങ്കിൽ ഡിബഞ്ചർ ഹോൾഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഒരു വർഷത്തിൽ ഇവിടെ എന്ത് സംഭവിക്കും? 1 ലക്ഷം രൂപക്ക് 10% ഇൻട്രസ്റ്റ് കിട്ടും അല്ലേ? 10,000 രൂപ ഇൻട്രസ്റ്റ് കിട്ടും. ഈ 10,000 രൂപ ഇൻട്രസ്റ്റ് കിട്ടുന്ന ആൾക്ക് ഗവൺമെന്റ് എന്ത് ചെയ്യും? 10,000 രൂപ തന്നെ ഇൻട്രസ്റ്റ് കൊടുക്കും. അത് TDS ഒന്നും കുറയ്ക്കില്ല, ടാക്സിന്റെ എമൗണ്ട് ഒന്നും കുറക്കാതെ 10,000 രൂപ തന്നെ പൂർണ്ണമായിട്ടും കൊടുക്കും. അതാണ് അർത്ഥം. അപ്പോൾ ലെസ് ടാക്സ് ഗവൺമെന്റ് സെക്യൂരിറ്റീസ് എന്ന് പറയുമ്പോൾ അർത്ഥം ഇതാണ്. ഗവൺമെന്റ് ഇഷ്യൂ ചെയ്യുന്ന സെക്യൂരിറ്റിയാണ്. അതിന് ഇൻട്രസ്റ്റ് കൊടുക്കുന്ന സമയത്ത് ടാക്സിന്റെ എമൗണ്ട് കുറക്കാതെ മുഴുവൻ ഇൻട്രസ്റ്റ് ഡ്യൂ ആയ എമൗണ്ടും ആ സെക്യൂരിറ്റി ഹോൾഡർക്ക് കിട്ടും. സെക്യൂരിറ്റി ഹോൾഡർ എന്ത് ചെയ്യണം? ഈ 10,000 രൂപയും അയാൾ ടാക്സബിൾ ഇൻകമായിട്ട് അതർ സോഴ്സ് ഇൻകത്തിനകത്ത് കാണിച്ചിരിക്കണം എന്നുള്ളതാണ് ലെസ് ടാക്സ് ഗവൺമെന്റ് സെക്യൂരിറ്റീസിന്റെ മീനിങ്. ഇവിടുത്തെ ഒരു എക്സെപ്ഷൻ കൊടുത്തത് കാണാൻ പറ്റും. TDS on interest on savings taxable bonds 2003 if interest payable exceeds rupees 10,000 during the previous year. എന്നാൽ ഗവൺമെന്റ് ഇഷ്യൂ ചെയ്യുന്ന ഒരു സെക്യൂരിറ്റിയാണ് സേവിങ്സ് ബോണ്ട് 2003 എന്ന് പറയുന്ന സെക്യൂരിറ്റി. സേവിങ്സ് ബോണ്ട് 2003 എന്ന് പറയുന്ന ഒരു ഗവൺമെന്റ് സെക്യൂരിറ്റി ഉണ്ട്. ആ ഗവൺമെന്റ് സെക്യൂരിറ്റി ആണെങ്കിൽ അതിന് ഒരു പ്രീവിയസ് ഇയർ കിട്ടുന്ന ഇൻട്രസ്റ്റിന്റെ എമൗണ്ട് 10,000 രൂപ വരെയാണെങ്കിൽ TDS ഒന്നും വേണ്ട. 10,000 രൂപയിൽ കൂടുതൽ ഈ ഒരു സെക്യൂരിറ്റിക്ക് മാത്രം. ലെസ് ടാക്സ് ഗവൺമെന്റ് സെക്യൂരിറ്റീസിൽ ഈ ഒരു പറയുന്ന സേവിങ്സ് ബോണ്ട്സ് 2003 എന്ന് പറയുന്ന ടാക്സബിൾ സെക്യൂരിറ്റിക്ക് ഇൻട്രസ്റ്റ് കിട്ടുന്ന എമൗണ്ട് 10,000 രൂപ വരെയാണെങ്കിൽ TDS ഒന്നും വേണ്ട. എന്നാൽ 10,000 രൂപയിൽ കൂടുതൽ ഇൻട്രസ്റ്റ് കിട്ടുകയാണെങ്കിൽ എന്ത് ചെയ്യണം? എക്സസ് ആയിട്ട് കിട്ടുന്ന ഇൻട്രസ്റ്റിന്റെ എമൗണ്ട് നിന്ന് TDSന്റെ എമൗണ്ട് ഗവൺമെന്റ് കുറക്കും. അല്ലാത്ത എല്ലാ കേസിലും TDS കുറക്കാതെ തന്നെ മുഴുവൻ എമൗണ്ടും സെക്യൂരിറ്റി ഹോൾഡർ കിട്ടുകയും ആ കിട്ടുന്ന എമൗണ്ട് ഒക്കെ തന്നെ ടാക്സബിൾ ഇൻകമായിട്ട് കാണിക്കുകയും ചെയ്യണമെന്നുള്ളതാണ്. മൂന്നാമത്തെ കാറ്റഗറി ഏതാണ്? ടാക്സ് ഫ്രീ കൊമേഴ്ഷ്യൽ സെക്യൂരിറ്റീസ് ഓർ ടാക്സ് ഫ്രീ നോൺ ഗവൺമെന്റ് സെക്യൂരിറ്റീസ്. ഗവൺമെന്റ് അല്ലാത്ത നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കമ്പനികളോ സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷനുകളോ ലോക്കൽ അതോറിറ്റീസോ ഇഷ്യൂ ചെയ്യപ്പെടുന്ന സെക്യൂരിറ്റീസ് ആണ് ടാക്സ് ഫ്രീ കൊമേഴ്ഷ്യൽ സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ നോൺ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞാൽ. നമ്മൾ ടാക്സ് ഫ്രീ ഗവൺമെന്റ് സെക്യൂരിറ്റീസിന്റെ കേസ് കണ്ടപ്പോൾ അത് ഫുള്ളി എക്സംപ്റ്റ് എന്നാണ് പറഞ്ഞത് അല്ലേ? എന്നാൽ ഇവിടെ ഫുള്ളി എക്സംപ്റ്റ് അല്ല. ഇവിടെ ഈ ടാക്സ് ഫ്രീ നോൺ ഗവൺമെന്റ് ഓർ കൊമേഴ്ഷ്യൽ സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ അർത്ഥം ശരിക്കും എന്താണെന്നാണ് മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്. അപ്പോൾ ഇത്തരം സെക്യൂരിറ്റീസിന് ഇൻട്രസ്റ്റിന്റെ എമൗണ്ട് കിട്ടും. ആ ഇൻട്രസ്റ്റിന്മേൽ എത്ര എമൗണ്ട് ഈ സെക്യൂരിറ്റി ഹോൾഡർ ടാക്സ് കൊടുക്കണോ ആ ടാക്സിന്റെ എമൗണ്ട് സെക്യൂരിറ്റി ഹോൾഡർക്ക് വേണ്ടി ഇഷ്യൂയിങ് കമ്പനി കൊടുക്കും. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പോൾ ഈ പറഞ്ഞ കേസ് തന്നെ നമ്മൾ നോക്കാം. മിസ്റ്റർ എക്സ് 1 ലക്ഷം രൂപയുടെ 10% ഡിബഞ്ചർ ഒരു കമ്പനിയിൽ ഹോൾഡ് ചെയ്യുന്നു. സ്വാഭാവികമായിട്ടും ഒരു വർഷമാകുമ്പോൾ 1 ലക്ഷം രൂപ 10% ഇൻട്രസ്റ്റ് കിട്ടും അല്ലേ? അങ്ങനെ ആകുമ്പോൾ ₹10,000 ഇൻട്രസ്റ്റ് കിട്ടി. ഈ 10,000 റുപ്പീസ് മിസ്റ്റർ എക്സിന് ഇൻട്രസ്റ്റ് കിട്ടും. മിസ്റ്റർ എക്സ് എന്ത് ചെയ്യണം? അതിന് ടാക്സ് കൊടുക്കണം അല്ലേ? ആ ടാക്സിന്റെ എമൗണ്ടും മിസ്റ്റർ എക്സിന് വേണ്ടി ഈ കമ്പനി തന്നെ കൊടുക്കുകയാണ്. ഫോർ എക്സാമ്പിൾ 1,000 രൂപ അവിടെ എന്ത് ചെയ്യുന്നു? ടാക്സ് ആയിട്ട് കൊടുക്കും. 10,000 രൂപ ഇൻട്രസ്റ്റ് ഡ്യൂ ആയ ഇൻട്രസ്റ്റ് മുഴുവനും ആർക്ക് കിട്ടി? ഇവിടെ മിസ്റ്റർ എക്സിന് കിട്ടി. പ്ലസ് എന്തുകൂടെ ഒരു ബെനിഫിറ്റ് മിസ്റ്റർ എക്സിന് കിട്ടുന്നുണ്ട്. ഇവിടെ മിസ്റ്റർ എക്സ് കൊടുക്കേണ്ടിയിരുന്ന ടാക്സിന്റെ എമൗണ്ട് ഈ 10,000 രൂപക്കുള്ള 10% ടാക്സ് 1,000 രൂപ അതും ഈ കമ്പനി തന്നെ മിസ്റ്റർ എക്സിന് വേണ്ടി കൊടുത്തു. അപ്പൊ അങ്ങനെയുള്ള കേസിന് വിളിക്കുന്ന പേരാണെന്ത്? ടാക്സ് ഫ്രീ നോൺ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ ടാക്സ് ഫ്രീ കൊമേഴ്ഷ്യൽ സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത്. അത്തരം കേസ് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ടാക്സബിൾ ഇൻകം എന്ന് പറയുന്നത് അങ്ങനെ കിട്ടുന്ന കേസിൽ നമ്മൾ ഇൻകം ഫ്രം അതർ സോഴ്സിൽ ടാക്സബിൾ ഇൻട്രസ്റ്റ് കാണിക്കുമ്പോൾ എന്ത് ചെയ്യണം? ഇൻട്രസ്റ്റ് റിസീവ്ഡ് പ്ലസ് ടാക്സ് പേയബിൾ ബൈ ഇഷ്യൂയിങ് കമ്പനി ആ ടോട്ടൽ എമൗണ്ട് ടാക്സബിൾ ഇൻകം ആയിട്ട് കാണിക്കണം. എത്ര എമൗണ്ട് ഇവിടെ ഇൻട്രസ്റ്റ് കിട്ടിയോ ആ എമൗണ്ടിന്റെ കൂടെ ഇഷ്യൂയിങ് കമ്പനി എത്ര എമൗണ്ട് ആണോ ഇയാൾക്ക് വേണ്ടി ടാക്സ് കൊടുത്തതെങ്കിൽ ആ എമൗണ്ട് കൂടെ ചേർത്ത് കിട്ടുന്ന എമൗണ്ടിനെ
ടാക്സബിൾ അതർ സോഴ്സ് ഇൻകം ആയിട്ട് കാണിക്കണം. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ എക്സാമ്പിൾ എന്ത് ചെയ്യേണ്ടി വരും? 10,000 rupees ഇൻട്രസ്റ്റ് കിട്ടി അല്ലേ? അതിൻ്റെ കൂടെ 1000 രൂപ ഈ കമ്പനി ഇദ്ദേഹത്തിന് വേണ്ടി കൊടുത്ത ടാക്സിൻ്റെ എമൗണ്ട് കൂടെ ആഡ് ചെയ്യുമ്പോൾ ₹11,000 വരും. 11,000-നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇവിടെ മിസ്റ്റർ എക്സിൻ്റെ അതർ സോഴ്സ് ഇൻകം ആയിട്ട് ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് എന്ന പേരിൽ കാണിക്കേണ്ടത്. അപ്പോൾ ഇതാണ് ടാക്സ് ഫ്രീ നോൺ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ സെക്യൂരിറ്റീസ് എന്ന വാക്കുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നാലാമത്തെ ടൈപ്പ് ഏതാണ്? ലെസ് ടാക്സ് കൊമേഴ്ഷ്യൽ സെക്യൂരിറ്റീസ് ആണ്. നമ്മൾ നേരത്തെ ലെസ് ടാക്സ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ് പറഞ്ഞപ്പോൾ അവിടെ കണ്ട ഫീച്ചർ എന്തായിരുന്നു? അവിടെ നമ്മൾ TDSന്റെ എമൗണ്ട് ഒന്നും കുറയ്ക്കില്ല, സെക്യൂരിറ്റിക്ക് മൊത്തം ഇൻട്രസ്റ്റും കിട്ടുക തന്നെ ചെയ്യും അല്ലേ? എന്നാൽ ലെസ് ടാക്സ് കൊമേഴ്ഷ്യൽ സെക്യൂരിറ്റീസ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് കേസ്. എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ TDSന്റെ എമൗണ്ട് കുറക്കും. അതായത് ഇൻട്രസ്റ്റ് കൊടുക്കുന്ന കമ്പനി ഏതാണോ ആ കമ്പനി ഇൻട്രസ്റ്റ് കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? ആ ഇൻട്രസ്റ്റ് ഇൻകത്തിന് ബാധകമായിട്ടുള്ള ടാക്സിന്റെ എമൗണ്ട് കുറച്ച ശേഷം ബാക്കി എമൗണ്ട് മാത്രമേ കൊടുക്കുകയുള്ളൂ. ഒരു ഉദാഹരണം നമുക്ക് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയുള്ള കേസാണ് ഇവിടെ അല്ലേ? ഈ 1 lakh rupeesന് 10% ഇൻട്രസ്റ്റ് കിട്ടുകയാണെങ്കിൽ ₹10,000 ആണ് ഇൻട്രസ്റ്റ് വരും അല്ലേ? ഈ 10,000 rupees പക്ഷേ ആർക്ക് കിട്ടില്ല? മിസ്റ്റർ എക്സിന് കിട്ടില്ല. ആ 10,000 rupeesൽ നിന്ന് എന്ത് കുറക്കും? ഈ കമ്പനി തന്നെ, ഇൻട്രസ്റ്റ് കൊടുക്കുന്ന കമ്പനി തന്നെ എന്ത് ചെയ്യും? അതിൻ്റെ ടാക്സ് ഫോർ എക്സാമ്പിൾ 1000 രൂപ ടാക്സിൻ്റെ എമൗണ്ട് ആയിട്ട് കുറച്ചു. ബാക്കി 9,000 രൂപ മാത്രമേ ആർക്ക് കിട്ടുന്നുള്ളൂ? മിസ്റ്റർ എക്സിന് കിട്ടുന്നുള്ളൂ. ദ ആക്ച്വൽ എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് ഡ്യൂ ഈസ് ₹10,000. ₹1,000 is deducted as TDS from interest income. The remaining amount of ₹9,000 is payable by the company to Mr. X. അപ്പോൾ 9,000 രൂപ ആൾക്ക് കിട്ടുള്ളൂ, ഇവിടെ മിസ്റ്റർ എക്സിന് കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? 10,000 രൂപ എന്ന് പറയുന്നത് നമുക്ക് ഗ്രോസ് എമൗണ്ട് എന്ന് വിളിക്കാം. ഗ്രോസ് എമൗണ്ട് ആണ്. 1000 രൂപ നമുക്ക് TDS എന്ന പേരിൽ വിളിക്കാം. 9,000 നെറ്റ് എന്ന പേരിൽ വിളിക്കാം. എന്ന് പറയുമ്പോൾ ഗ്രോസ് എമൗണ്ട് എന്ന് TDS കുറച്ചാൽ ബാക്കി വരുന്ന എമൗണ്ട് ആണ് നെറ്റ് എമൗണ്ട്. അപ്പോൾ ₹10,000 ഗ്രോസ് എമൗണ്ടും 9,000 നെറ്റ് എമൗണ്ടുമാണ്. ഇങ്ങനെയുള്ള കേസ് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അതാണ് ഇതിനകത്ത് പറയുന്നത്. അത്തരം കേസ് വരുമ്പോൾ ടാക്സ് ചെയ്യുന്ന എമൗണ്ട് ഗ്രോസ്ഡ് അപ്പ് ഇൻട്രസ്റ്റ് ആണ്. അതിൻ്റെ ഗ്രോസ് എമൗണ്ടിന് ഇൻട്രസ്റ്റ് ആയി കണക്കാക്കണം. അപ്പോൾ നമ്മൾ പറഞ്ഞ എക്സാമ്പിളിനകത്ത് എന്താണ് ഗ്രോസ് എമൗണ്ട് വരുന്നത്? ₹10,000 ആണ് അല്ലേ? അപ്പോൾ ₹9,000 ഇൻട്രസ്റ്റ് ആക്ച്വലി കിട്ടിയിട്ടുള്ളൂ എങ്കിലും ടാക്സബിൾ ഇൻകം എന്ന് പറയുമ്പോൾ എന്താണ്? TDS കുറക്കുന്നതിന് മുമ്പുള്ള ഗ്രോസ് എമൗണ്ട് ആണ് ടാക്സബിൾ ഇൻകം. അത് ₹10,000 ആണ് ടാക്സബിൾ ഇൻകം ആയിട്ട് കാണിക്കേണ്ടത്. അപ്പോൾ ഇതാണ് നാലാമത്തെ കാറ്റഗറി ആയിട്ടുള്ള ലെസ് ടാക്സ് കൊമേഴ്ഷ്യൽ സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത്. നമ്മൾ ഈ 4 കാറ്റഗറി വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഈ ടാക്സ് ഫ്രീ സെക്യൂരിറ്റീസ് ആണെങ്കിലും, ടാക്സ് ഫ്രീ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ആണെങ്കിലും, ടാക്സ് ഫ്രീ കൊമേഴ്ഷ്യൽ സെക്യൂരിറ്റീസ് ആണെങ്കിലും നമ്മുടെ ക്വസ്റ്റ്യനകത്ത് എങ്ങനെ ഉണ്ടാവും? കൃത്യമായി ടാക്സ് ഫ്രീ എന്ന് പറയും. ടാക്സ് ഫ്രീ എന്ന് സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ മാത്രം അതെന്താണ്? ടാക്സ് ഫ്രീ ആണ്. ടാക്സ് ഫ്രീ എന്ന് പറയുന്നില്ലെങ്കിൽ ഗവൺമെൻറ് ഇഷ്യൂ ചെയ്യുന്ന സെക്യൂരിറ്റീസ് ആണെങ്കിൽ അത് ലെസ് ടാക്സ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ആണ്. ടാക്സ് ഫ്രീ എന്ന് പറയുന്നില്ലെങ്കിൽ ഗവൺമെൻറ് അല്ലാത്ത മറ്റു സ്ഥാപനങ്ങളുടെ സെക്യൂരിറ്റീസ് ആകുമ്പോൾ എന്താണ്? ലെസ് ടാക്സ് കൊമേഴ്ഷ്യൽ സെക്യൂരിറ്റീസ് ആണ്. നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് അങ്ങനെയാണ്. ടാക്സ് ഫ്രീ എന്നാകുമ്പോൾ സ്പെസിഫിക് ആയിട്ട് അതിനകത്തുണ്ടാകും. ടാക്സ് ഫ്രീ എന്നോ ലെസ് ടാക്സ് എന്നോ പറയുന്നില്ലെങ്കിൽ അർത്ഥം എന്താണ്? അത് ലെസ് ടാക്സ് ആണ്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? സെക്യൂരിറ്റീസിൻ്റെ ഇൻട്രസ്റ്റിൻ്റെ എമൗണ്ട് അതർ സോഴ്സ് ഇൻകത്തിനകത്ത് ടാക്സബിൾ ഇൻകം ആയിട്ട് കാണിക്കേണ്ടത്. ഓക്കെ, താങ്ക് യു.